comparison test. In this chapter, we will discuss comparison test and how this helps to find the convergence of a given series. Series എന്താണ് നമ്മൾ പഠിച്ചതാണ്, geometric series പഠിച്ചു, ith term ടെസ്റ്റും പഠിച്ചു. ഇനി ഒരു സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity ai എന്ന് പറഞ്ഞ ഒരു സീരീസ് തന്നിട്ടുണ്ട്, and you have another series that is sigma I running from 1 to infinity bi such that mod ai is less than or equal to bi. അതായത് ആദ്യം തന്ന സീരീസിന്റെ ith term that is ai അതിന്റെ മോഡ് വാല്യൂ, അതായത് മോഡ് ai ലെസ് ദാൻ ഓർ ഈക്വൽ ടു bi, അതായത് രണ്ടാമത്തെ സീരീസിന്റെ കോഎഫിഷ്യന്റിനേക്കാൾ ചെറുതാണ്. And if sigma I running from 1 to infinity bi is convergent, so is sigma I running from 1 to infinity ai. അപ്പൊ കമ്പാരിസൺ ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു സീരീസ് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity ai കൺവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ് കമ്പാരിസൺ ടെസ്റ്റ്. ഇത് കൺവേർജന്റ് ആവുന്നത് എപ്പോഴാണ്? യു നീഡ് ടു ഫൈൻഡ് അനദർ സീരീസ് സിഗ്മ ബി ഐ റണ്ണിങ് ഫ്രം 1 to infinity സച്ച് ദാറ്റ് ദിസ് ഈസ് കൺവേർജന്റ്. അപ്പൊ സിഗ്മ ബി ഐ എന്ന് പറയുന്ന ഒരു കൺവേർജന്റ് സീരീസ് നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ എടുക്കണം. ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന സീരീസ്, ഇതിനെ ഫസ്റ്റ് സീരീസ് എന്ന് വിളിക്കണം, ഇതിനെ സെക്കൻഡ് സീരീസ് എന്ന് വിളിക്കണം. ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസിന്റെയും ടേംസ് തമ്മിൽ എന്താ റിലേഷൻ? റിലേഷൻ എന്ന് പറയുന്നത് മോഡ് എ ഐ ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് മോഡ്ലെസ് വാല്യൂ ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫസ്റ്റ് സീരീസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ. ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ആദ്യത്തെ സീരീസ് എന്താണ്? കൺവേർജന്റ് ആണ്. അപ്പൊ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ടെസ്റ്റ് ആണ്. ഒരു സീരീസിന്റെ കൺവേർജൻസ് കണ്ടുപിടിക്കാൻ അയാളെ കൺവേർജന്റ് ആയിട്ടുള്ള വേറൊരു സീരീസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്, സച്ച് ദാറ്റ് ദ സെക്കൻഡ് സീരീസ് ഈസ് കൺവേർജന്റ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് മോഡ് വാല്യൂസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഈച്ച് എ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ സീരീസ് കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് സൈഡ് ഞാൻ സിഗ്മ കൊടുക്കണം. സോ ദിസ് വിൽ ബി സിഗ്മ മോഡ് എ ഐ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ബി ഐ. ശരിയല്ലേ? പക്ഷെ നമുക്കറിയാം എ ഐ എന്ന് പറയുന്നത് എപ്പോഴും എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ ഐ ആണ്. അപ്പൊ സിഗ്മ എ ഐ എന്ത് വരും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ മോഡ് എ ഐ വരും. അപ്പൊ ഇതിൽ അപ്ലൈ ചെയ്ത് എന്താ സംഭവിക്കുക? സിഗ്മ എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ മോഡ് എ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ബി ഐ. ഇത് കൺവേർജന്റ് ആണ്. ഇത് കൺവേർജന്റ് മീൻസ് ഇറ്റ് ഹാസ് എ സം എസ്. അതിന്റെ അർത്ഥം എന്താ? സിഗ്മ എ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എക്സ്, അത് ഇൻഫിനിറ്റി, ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലെ? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി ഇത് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ബിഗ്ഗർ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ അതിനേക്കാൾ ചെറുതായിട്ടുള്ള മോഡ് വാല്യൂസ് ചെറുതായിട്ടുള്ള സീരീസ് കൺവേർജന്റ് ആണ്. അത്രയാണ് കമ്പാരിസൺ ടെസ്റ്റിൽ പറയുന്നുള്ളൂ. നമുക്കൊരു എളുപ്പത്തിൽ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഷോ ദാറ്റ് ദ സീരീസ് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity 3 by 2 raised to I plus 4 converges. ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നതാണ് കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സീരീസ് ഏതാ? ഇതാണ് തന്നിരിക്കുന്ന സീരീസ്. അപ്പൊ അതിനെ നമുക്ക് എന്തെടുക്കാം? സിഗ്മ എ ഐ എന്ന് എടുക്കാം. സോ ദിസ് ഈസ് അവർ സിഗ്മ എ ഐ. സോ വാട്ട് ഈസ് അവർ എ ഐ? എ ഐ ഈസ് 3 by 2 raised to I plus 4. അപ്പൊ ഇനി നമ്മൾ വേറൊരു സീരീസ് സിഗ്മ ബി ഐ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, സച്ച് ദാറ്റ് എന്തുണ്ടായിരിക്കണം അവർ തമ്മിൽ? മോഡ് എ ഐ ഷുഡ് ബി ലെസ് ദാൻ ബി ഐ. ഇവിടുത്തെ മോഡ് എ ഐ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3 by 2 raised to I plus 4. ദിസ് ഷുഡ് ബി ലെസ് ദാൻ ബി ഐ. ഇങ്ങനെ ആവണ ഒരു സീരീസ്. അപ്പൊ ഇത് മോഡ് എന്ന് പറഞ്ഞു വെച്ചാൽ നെഗറ്റീവ് ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് വരിക അല്ലെ? 2 raised to I plus 4. ഇത് ലെസ് ദാൻ ബി ഐ ആയിട്ട് വരണ ഒരു സിഗ്മ ബി ഐ കണ്ടുപിടിക്കണം. അയാൾ കൺവേർജന്റ് ആയിരിക്കണം. അയാൾ കൺവേർജന്റ് ആണെങ്കിൽ ബൈ കമ്പാരിസൺ ടെസ്റ്റ് ദ ഗിവൺ സീരീസ് സിഗ്മ എ ഐ ആൾസോ കൺവേർജസ്. അപ്പൊ നമുക്ക് നോക്കാം. വി ആർ ഗോയിങ് ടു ടേക്ക് ബി ഐ ആസ് ഈ ഫസ്റ്റത്തെ ആളെ മാത്രം 3 by 2 raised to I. 3 by 2 raised to I എന്നാണ് ബി ഐ എടുത്തതെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് 3 by 2 raised to I. അപ്പൊ 3 by 2 raised to I plus 4 ലെസ് ദാൻ അല്ലെ? 3 by 2 raised to I ആണ്. കാരണം ഇവിടെ ഒരു പ്ലസും കൂടി ഉണ്ട് 4 ഡിനോമിനേറ്ററിൽ. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ പറയാം, 2 raised to I plus 4 ആണോ വലുത് അതോ 2 raised to I ആണോ വലുത്? 2 raised to I plus 4 ആണ് വലുത്. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? 1 by 2 raised to I plus 4
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് വരും. ഇനി മുകളിൽ രണ്ട് സൈഡ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 3/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2. അപ്പൊ ബി ഐ എടുത്ത ആളെ ഓക്കെയാണ്. ഇനി സിഗ്മ ബി ഐ എന്താണെന്ന് കൂടി നോക്കിയാൽ മതി. വാട്ട് ഈസ് സിഗ്മ ബി ഐ? സിഗ്മ ബി ഐ ഈസ് സിഗ്മ 3/2. ഇവിടെ നമ്മൾ സിഗ്മയില് നൊട്ടേഷൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity ആണ്. അത് ഇൻഫിനിറ്റ് സം ആണ്. ബട്ട് ദിസ് ഈസ് എ ജോമെട്രിക് സീരീസ്. എങ്ങനെ ജോമെട്രിക് സീരീസ് ആയത്? ഐക്ക് 1 കൊടുത്താൽ എന്താ കിട്ടുക? ദിസ് വിൽ ബി 3/2 പ്ലസ് ഐക്ക് 2 കൊടുത്താൽ 3/2² പ്ലസ് അടുത്തത് 3/2³ പ്ലസ് എക്സെട്ര. അപ്പൊ അതിനെ വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 3/2 പ്ലസ് 3/2 ഇൻറ്റു 1/2. ശരിയല്ലേ? പ്ലസ് അടുത്ത ടേം 3/2 ഇൻറ്റു 1/2² പ്ലസ് എക്സെട്ര. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ, ഇത് എ ആർ ആണ്, ഇത് എ ആർ സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് എ ഈക്വൽ ടു 3/2 ആൻഡ് റേഷ്യോ ആർ ഈക്വൽ ടു 1/2. നമുക്കറിയാം ജോമെട്രിക് സീരീസിന്റെ മോഡ് ആർ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് കൺവേർജന്റ് ആണ്. സോ ഇവിടെ ആർ 1/2 ആണ്. സോ ദിസ് ഈസ് എ കൺവേർജന്റ് സീരീസ്. അപ്പൊ എന്ത് സംഭവിച്ചു? വി ഹാഡ് കമ്പയർഡ് ദ സീരീസ് സിഗ്മ എ ഐ വിത്ത് സിഗ്മ ബി ഐ. ശരിയല്ലേ? അപ്പോൾ സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity 3/2i+4 ഈസ് കൺവേർജന്റ്. എങ്ങനെ കൺവേർജന്റ് എന്ന് കിട്ടിയത്? കാരണം അയാളുടെ എ ഐ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ എന്ന് കിട്ടി. ആൻഡ് ദ കറസ്പോണ്ടിങ് സീരീസ് സിഗ്മ ബി ഐ ഈസ് ജോമെട്രിക് സീരീസ് വിത്ത് റേഷ്യോ ആർ ഈക്വൽ ടു 1/2. ഹെൻസ് ഇറ്റ് കൺവേർജസ്. അപ്പൊ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സീരീസ് തന്നിട്ടുണ്ടാവും, ആ സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ എ ഐ ടേം മോഡ്ലെസ് വാല്യൂ കൊടുക്കുക. അത് ലെസ് ദാൻ ബി ഐ ആയി വരണ ഒരു സീരീസ് സിഗ്മ ബി ഐ എന്ന് പറഞ്ഞ ഒരു സീരീസ് കണ്ടുപിടിക്കുക. ഈ സീരീസ് എന്തായിരിക്കണം? ഇത് കൺവേർജന്റ് ആയിരിക്കണം. ഇത് ഡൈവേർജന്റ് ആണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ സീരീസ് ഓൾസോ കൺവേർജസ്. അപ്പൊ ഇതാണ് കമ്പാരിസൺ ടെസ്റ്റ്. ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. ഷോ ദാറ്റ് ദ സീരീസ് സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity -1/i by i3i+1 കൺവേർജസ്. ഇത് കൺവേർജസ് എന്ന് കാണിക്കണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സീരീസിനെ നമ്മൾ എന്തെടുക്കുന്നത്? സിഗ്മ എ ഐ ആയിട്ട് തന്നിരിക്കുന്ന സീരീസിനെ എടുത്തു. സോ വാട്ട് ഈസ് അവർ എ ഐ? എ ഐ ഈസ് -1/i by i3i+1. ശരിയല്ലേ? അപ്പൊ മോഡ് എ ഐ എടുക്കാം. മോഡ് എ ഐ എടുക്കുന്ന സമയത്ത് എന്ത് വരും? ഇവിടെ മൈനസ് പോയിക്കോളും, മോഡ്ലെസ് വാല്യൂ അല്ലേ. അപ്പൊ ഇത് എന്തായി മാറും? 1/i × 3i+1. ഈ ഐ കോംപ്ലക്സ് നമ്പർ ആണെന്ന് വിചാരിക്കരുത്. ഇത് nth ടേം അല്ലെങ്കിൽ ith ടേം പോലത്തെ ആളാണ്. ഇവിടെ എ ഐ ആയതുകൊണ്ടാണ് അവിടെ ഐ വന്നത്. ഇവിടെ എ എൻ ആയിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു? -1/n by n × 3n+1. ശരിയല്ലേ? അങ്ങനെ വരുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മോഡ് എ ഐ. അപ്പൊ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബി ഐനെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ എയിമും ഇത്ര മാത്രമേ ഉള്ളൂ. വി നീഡ് ടു ഫൈൻഡ് എ ബി ഐ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ സച്ച് ദാറ്റ് സിഗ്മ ബി ഐ ഈസ് കൺവേർജന്റ് ഓൾസോ. ഓക്കെ, ഇത്രയും നമുക്ക് വേണ്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കാൻ പോണത് ബി ഐ എന്ന് പറയുന്നത് 1/3i ആണ്. അപ്പൊ 1/3i ആണ് ബി ഐ എടുത്തതെങ്കിൽ നമുക്ക് നോക്കാം എ ഐ മോഡ് എ ഐ ലെസ് ദാൻ ബി ഐ ആണോ എന്ന്. മോഡ് എ ഐ എന്താ കിട്ടിയത്? മോഡ് എ ഐ വാസ് 1/i × 3i+1 ആണ്. ശരിയല്ലേ? ഇതിന്റെ ന്യൂമറേറ്ററിന്റെ അവസ്ഥ എന്താ നോക്കാം. ന്യൂമറേറ്റർ എന്താ? i × 3i+1. ഇതിനെ ഒന്ന് മാറ്റി എഴുതാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? i × 3 × 3i എന്ന് എഴുതട്ടെ. കാരണം ഇത് 3/1 ആണ് അല്ലെ. അപ്പൊ 3/1 ഉം 3/i കൂടി ആയപ്പോ 3i+1 ആയി ഇൻറ്റു ഒരു i. അപ്പൊ ഇതിനെ ഈ ഫോമിൽ എഴുതി. ഇനി ഇതിനെ ഗ്രേറ്റർ ദാൻ എന്ത് എഴുതാം? 3/i എന്ന് എഴുതാം.
കാരണം ഈ നമ്പർ എന്ന് പറയുന്നത് എന്താ, I1 2 3 4 എക്സെട്ര ആണ്. അപ്പൊ ഈ നമ്പർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 3 ആണ്, അല്ലെങ്കിൽ 6 ആണ്, 9 ആണ്. എനിവേ ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. അപ്പൊ 3/i വലിയ നമ്പർ ആണ് ഇത്. കാരണം 3/i മൾട്ടിപ്ലൈഡ് വിത്ത് എ പോസിറ്റീവ് നമ്പർ ആണ്, ലൈക്ക് 3 6 എക്സെട്ര. I into 3 into 3/i is greater than 3/i. അപ്പൊ നേരെ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/i into 3/i plus 1 that is equal to 1/i into 3 into 3/i. This is less than. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് less than or equal to less than 1/3/i. സോ ഇതാണ് നമ്മുടെ എന്ത്, മോഡ് AI അല്ലെ, ഇതാണ് നമ്മുടെ മോഡ് AI. സോ മോഡ് AI ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3/i. അതാണ് നമ്മൾ BI എടുത്തത്. B. അപ്പൊ നമുക്ക് വേണ്ട ഒരു കാര്യം കിട്ടി കഴിഞ്ഞു, മോഡ് AI ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI ആവണം. ഒരു BI കണ്ടുപിടിച്ചു. ഇനി ആ സിഗ്മ BI കൺവെർജന്റ് ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ ആൻസർ ആയി അല്ലെ. സോ വി വിൽ ചെക്ക് വാട്ട് ഈസ് 1 റണ്ണിംഗ് ഫ്രം 1 to infinity, I running from 1 to infinity BI. അപ്പൊ ഇത് ചെക്ക് ചെയ്യാനൊന്നുമില്ല, ഇത് നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് സീരീസ് തന്നെയാണ്. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. So this is a geometric series with A equal to 1/3 and R equal to 1/3. ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഇത് എഴുതി നോക്കിയാൽ മതി, പറയാം. So this is a geometric series with mod R less than 1. So this implies sigma BI is convergent. So BI convergent ആയതുകൊണ്ട് അതിനൊക്കെ ചെറുതായിട്ടുള്ള സിഗ്മ AI എന്തായി, കൺവേർജന്റ് ആയി. സോ ദ ഗിവൺ സീരീസ് ഓൾസോ കൺവേർജസ്. അപ്പൊ ഇത്രയാണ് കമ്പാരിസൺ ടെസ്റ്റ് ഉള്ളൂ. നെക്സ്റ്റ് ഈസ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. അപ്പൊ കമ്പാരിസൺ ടെസ്റ്റ് പോലെ തന്നെയാണ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റും. അത് നമുക്ക് ഇവിടെ ഡെഫിനിഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ലെറ്റ് സിഗ്മ I running from 1 to infinity AI and sigma I running from 1 to infinity BI be series with BI greater than 0. അതായത് പോസിറ്റീവ് ടേംസ് മാത്രമുള്ള സീരീസ് ആണ് സിഗ്മ BI. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇതിനെ എ പാർട്ട് എന്ന് വിളിക്കാം. ബൈ എ പാർട്ട് 1 മോഡ് AI ലെസ് ദാൻ BI, അതായത് നമ്മൾ നേരത്തെ കണ്ട ആൾ തന്നെ. ഓർ ലിമിറ്റ് I tending to infinity mod AI by BI is less than infinity. Then sigma BI converges implies sigma AI also converges. ഈ ഒരു പാർട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഞാൻ റെഡിങ്ങിൽ അണ്ടർലൈൻ ചെയ്യാം. മോഡ് AI ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI ആൻഡ് സിഗ്മ BI കൺവേർജസ് ഇംപ്ലൈസ് സിഗ്മ AI കൺവേർജസ്. ഇതാണ് കമ്പാരിസൺ ടെസ്റ്റ് പറഞ്ഞത്. അതിന്റെ കൂടെ ഈ ഒരാളും കൂടി എക്സ്ട്രാ വന്നേ ഉള്ളൂ. AI ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എന്ത് നോക്കിയാലും മതി. ലിമിറ്റ് I ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് AI ബൈ BI ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ, ഇതിനെ B എന്ന് വിളിക്കാം. ഇതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ്, അതായത് AI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു BI ഫോർ ഓൾ I or limit of AI by BI or limit I tending to infinity AI by BI greater than 0. Then sigma BI diverges or divergent implies sigma AI converges. അപ്പൊ ഈ ഒരു കാര്യം കമ്പാരിസൺ ടെസ്റ്റിന്റെ അതേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. അതായത് കമ്പാരിസൺ ടെസ്റ്റിൽ പറഞ്ഞ് മോഡ് AI ലെസ് ദാൻ BI ആണ്, ഇയാള് കൺവേർജന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സീരീസ് ഇതും കൺവേർജസ് എന്നാ പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ചാണ്, BIയുടെ ടേംസിനേക്കാൾ വലുതാണ് AI, ആ തന്നിരിക്കുന്ന BI തന്നെ ഡൈവേർജന്റ് ആണ്. അപ്പൊ അതിനേക്കാൾ വലിയ സീരീസ് എന്തായിരിക്കും, ഡൈവേർജന്റ് ആയിരിക്കും. ക്ലിയർ? കാരണം BI ലെസ് ദാൻ ഓർ ഈക്വൽ ടു AI ആണ്. അപ്പൊ സിഗ്മ BI എന്തായേ പറ്റൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ AI ആണ്. ഇത് തന്നെ ഡൈവേർജന്റ് ആണ്, അതായത് ഇയാളുടെ സമ്മന്നെ ലെസ് ദാൻ ഇൻഫിനിറ്റി ആവണില്ല, ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആവാൻ പറ്റുന്നില്ല അല്ലെ, കാരണം അത് ഡൈവേർജന്റ് ആണ്. അപ്പൊ അതിനേക്കാൾ വലിയ ആളും ഡൈവേർജന്റ്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ. AI ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു BI ആണെങ്കിൽ സിഗ്മ BI ഡൈവേർജസ് ഇംപ്ലൈസ് ദ ബിഗർ സീരീസ് സിഗ്മ AI ആൾസോ ഡൈവേർജസ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഓർ പറഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ലിമിറ്റ് I ടെൻഡിങ് ടു ഇൻഫിനിറ്റി AI ബൈ BI ഗ്രേറ്റർ ദാൻ 0.
അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഒന്ന്, കമ്പാരിസൺ ടെസ്റ്റിന്റെ ആദ്യം പറഞ്ഞ ആ കാര്യം പ്ലസ് അത് കിട്ടിയില്ലെങ്കിൽ, അതായത് മോഡ് എ ഐ ലെസ് ദാൻ ഈക്വൽ ടു ബി ഐ കിട്ടിയില്ലെങ്കിൽ ദിസ് വൺ ലിമിറ്റ് മോഡ് എ ഐ ബൈ ബി ഐ ലെസ് ദാൻ ഇൻഫിനിറ്റി ഫൈനൈറ്റ് ലിമിറ്റ് ആണെങ്കിലും ബി ഐ കൺവേർജസ് ഇംപ്ലൈസ് എ ഐ കൺവേർജസ്. ഇനി ഇവിടെ കറക്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. എ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ആണ്. ബി ഐ ഡൈവേർജന്റ് ആണെങ്കിൽ അതിനേക്കാൾ ബിഗ്ഗർ ആയിട്ടുള്ള എ ഐയും ഡൈവേർജന്റ് ആണ്. ഇത് തന്നെ വേണമെന്നില്ല, എന്ത് കിട്ടിയാലും മതി. എ ഐ ബൈ ബി ഐയുടെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 0 ആയാലും മതി. ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, ഇവിടെ മോഡ് എ ഐ എന്ന് കണ്ടു, ഇവിടെ വെറും എ ഐ ഉള്ളൂ. കാരണം ഇവിടെ ബി ഐ പോസിറ്റീവ് ടേംസ് തന്നിട്ടുണ്ട്, ബി ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ബി ഐ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബി ഐനേക്കാൾ വലുതാണ് എ ഐ എങ്കിൽ അയാൾ പോസിറ്റീവ് ആണ്. പിന്നെ അയാളുടെ മോഡ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒരേപോലെ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ മോഡ്ലെസിന്റെ ആവശ്യമില്ല, കാരണം ബി ഐ ഓൾറെഡി പോസിറ്റീവ് ആണ്. അതിനേക്കാൾ വലിയ ടേംസ് ആണ് എ ഐയിൽ വരുന്നത്. ടെസ്റ്റ് ഫോർ കൺവേർജൻസ് സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to infinity 1 by 2 raised to I minus 1. So we can take the given series as sigma ai, that is ai equal to 1 by 2 raised to I minus 1. ഇനി ഇവിടെ നമുക്ക് ബി ഐനെ ഇതായിട്ട് കമ്പയർ ചെയ്യണ ഒരു ടേം എടുക്കണമല്ലോ. അപ്പൊ ബി ഐനെ നമുക്ക് 1 by 2 raised to I എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് I tending to infinity എ ഐ ബൈ ബി ഐ എന്ത് വരുന്നു നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു, ഒരു കേസിൽ അവിടെ മോഡ് എ ഐ ആയിരുന്നു, മോഡ് എ ഐ ബൈ ബി ഐയുടെ ലിമിറ്റ് ആയിരുന്നു. വേറൊരു കേസിൽ എ ഐ ബൈ ബി ഐയുടെ ലിമിറ്റ് ആയിരുന്നു. നിങ്ങൾ അവിടെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കേസിൽ എന്തായിരുന്നു? രണ്ടാമത്തെ കേസിൽ എ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഐ ആയിരുന്നപ്പോഴാണ് എന്ത് ലിമിറ്റ് എ ഐ ബൈ ബി ഐ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് നമ്മൾ കണ്ടത്. അപ്പൊ ഒരു കാര്യം ആലോചിക്കുക, ഇവിടെ ബി ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് ഓൾറെഡി റേഷ്യോ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ബി ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ബി ഐ എന്ന് പറയുന്നത് പോസിറ്റീവ് ടേം ആണ്, അതിനേക്കാൾ വലിയ ടേംസ് ആണ് എ ഐ. അപ്പൊ അയാളുടെ മോഡ്ലെസ് വാല്യൂ അത് തന്നെയാണ്. ക്ലിയർ? അപ്പൊ അവിടെ മോഡ് എഴുതാഞ്ഞതാണ്, എഴുതിയാലും കാര്യമൊന്നുമില്ല, അത് ഓൾറെഡി പോസിറ്റീവ് ടേം ആയതുകൊണ്ട് മോഡ് എ ഐ എന്ന് പറയുന്നത് എ ഐ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അത് എപ്പോഴും കൺഫ്യൂഷൻ ആവണമെങ്കിൽ നിങ്ങൾ എപ്പോഴും മോഡ് എ ഐ എന്ന് വെച്ചിട്ട് തന്നെ പഠിച്ചോളൂ. അവിടെ ഓട്ടോമാറ്റിക്കലി അത് പോസിറ്റീവ് ആകുമ്പോൾ വാല്യൂ പോയിക്കോളും. സോ ഹിയർ ലിമിറ്റ് ഐ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എ ഐ ബൈ ബി ഐ, അതിന്റെ ലിമിറ്റ് എന്താ വരിക നോക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് ഐ ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ഫസ്റ്റ് വൺ ഈസ് 1 by 2 raised to I മൈനസ് ഐ. 1 അല്ല കേട്ടോ, ഇവിടെ ഐ ആണ്. 1 by 2 raised to I മൈനസ് ഐ ആണ്, ഡിവൈഡഡ് ബൈ 1 by 2 raised to I. Or this can be written as limit I tending to infinity 1 by 2 raised to I minus I into 2 raised to I by 1. Or that is same as limit I tending to infinity 2 raised to I by 2 raised to I minus I. This is equal to limit I tending to infinity 2 raised to I by, taking 2 raised to I common in denominator, we have this as 1 minus I by 2 raised to I. Okay. So 2 raised to I and 2 raised to I get cancelled. So this is limit I tending to infinity 1 by 1 minus I by 2 raised to I. ഇപ്പൊ ന്യൂമറേറ്ററിൽ 1 ആണ്, അപ്പൊ അതിന്റെ ലിമിറ്റ് 1 തന്നെയാണ്. ഡിനോമിനേറ്ററിൽ ഈ ഒരു ടേം ഇതിന്റെ ലിമിറ്റ് 1 ആണ്. I by 2 raised to I യുടെ ലിമിറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ലിമിറ്റ് I tending to infinity I by 2 raised to I. So as I tending to infinity, this numerator and denominator both tends to infinity. ശരിയല്ലേ? I ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ന്യൂമറേറ്റർ ഇൻഫിനിറ്റിക്ക് പോകും. ഡിനോമിനേറ്റർ 2 raised to infinity form, that is infinity ആണ്. So the infinity by infinity form ആണ്. So we can apply L'Hopital rule, that is differentiate numerator and denominator separately with respect to I. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ ഐനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. 2 raised to I, 2 raised to I യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 raised to I into log 2. So as I tending to infinity,
ഇത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. log 2 കോൺസ്റ്റന്റ് ആണ്, 1 കോൺസ്റ്റന്റ് ആണ്. 2 raised to I ഇൻഫിനിറ്റിയിലേക്ക് പോകും. So this will be of the form 1 by infinity, or we say that the limit is 0. So this we will get it as 1 by 1 minus 0 or is equal to 1. So that is less than infinity. അതായത് limit I tending to infinity ai by bi is less than infinity. Okay. അപ്പൊ ആ ഒരു കാര്യം കിട്ടി. ഇനി സിഗ്മ ബി ഐ എന്താ വരിക നോക്കാം. സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity bi, that is സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity bi എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തത്? bi was 1 by 2 raised to I. 1 by 2 raised to I. So again this is a geometric series with the first term 1 by 2 and ratio 1 by 2. So this converges. So by ratio comparison test we have sigma ai also converges. Clear? അപ്പോൾ ബി ഐ എന്ന് പറയുന്ന ടേംസിന്റെ കറസ്പോണ്ടിങ് സിഗ്മ ബി ഐ കൺവേർജന്റ് ആയിരുന്നു. അപ്പോൾ തന്നിരിക്കുന്ന സീരീസും കൺവേർജന്റ് ആണ്. ഇനി നമുക്ക് ഡൈവേർജന്റ് ഒരു കേസ് കൂടി ചെക്ക് ചെയ്യാം. Show that sigma I running from 1 to infinity 2 by 4 plus I diverges. Here we can take ai as 2 by 4 plus I. 2 by 4 plus I ആയിട്ട് എടുക്കാം. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ബി ഐ എന്ന് പറയുന്ന ടേം എടുക്കുന്നതിന് മുന്നേ ആസ് I tending to infinity, I ഇൻഫിനിറ്റിയിലേക്ക് പോണ സമയത്ത് ഈ 4ന് വലിയ റോളൊന്നുമില്ല. എന്തുകൊണ്ട്? അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a1 എന്ന് പറയുന്നത് 2 by 4 plus 1 ആണ്. a2 എന്ന് പറയുന്നത് 2 by 4 plus 2 ആണ്. അതേപോലെ a3 എന്ന് പറയുന്നത് 2 by 4 plus 3 ആണ്. a4 എന്ന് പറയുന്നത് 2 by 4 plus 4 ആണ്. ഇനി a5 മുതൽ എന്ന് പറയുമ്പോൾ 2 by 4 plus 5 ആണ്. a5 മുതൽ I ആണ് വലിയ ടേം. 4നേക്കാൾ വലിയ ടേം ആണ് ആര്? I is the bigger term. ശരിയല്ലേ? So the dominant term in denominator is I, as I tending to infinity, and 4 is very small as compared to these terms. അതായത് I ഒരു 1000 ഒക്കെ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? a1000 എന്ന് പറയുന്ന ടേം 2 by 4 plus 1000 ഫോമിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഡിനോമിനേറ്ററിൽ ഈ 4 എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്മോൾ നമ്പർ ആസ് കമ്പയർഡ് ടു I when I is getting bigger and bigger. So we can take bi as 1 by I. പറഞ്ഞു വരുന്ന ലോജിക്ക് ഇത്രയുള്ളൂ. ഈ 4നെ പറ്റി നിങ്ങൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആസ് I tending to infinity 4ന് വലിയ റോളൊന്നും അവിടെ വരുന്നില്ല. സോ നമ്മൾ bi എടുക്കാൻ പോണത് 1 by I ആണ്. Then what is limit I tending to infinity ai by bi? This is limit I tending to infinity 2 by 4 plus I divided by 1 by I, or that is equal to limit I tending to infinity 2 by 4 plus I into I by 1. That is limit I tending to infinity 2I by 4 plus I. ഇനി നമുക്ക് ഇതിൽ I കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് നമ്മൾ എന്നും എൻ സ്ക്വയർ ഒക്കെ കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്യണ പോലെ 2I by ഡിനോമിനേറ്ററിൽ I പുറത്തേക്ക് എടുത്താൽ this will be 4 by I plus 1. So this I and I get cancelled. So this is nothing but limit I tending to infinity 2 by 4 by I plus 1. So as I tending to infinity, this number 4 by I tends to 0. കാരണം I ആണ് വലിയ നമ്പർ. അതിനാണ് നമ്മൾ ഇത്രയും നേരം ഈ കാര്യങ്ങൾ പറഞ്ഞത്. സോ ഈ നമ്പർ 0യിലേക്കാണ് കൺവേർജ് ചെയ്യുക. അപ്പൊ ലിമിറ്റ് എന്ത് വരും? 2 by 0 plus 1, that is 2, and this is greater than 0. So by this test, ai greater than or equal to bi, or limit ai by bi greater than 0. A limit greater than 0 and sigma bi diverges implies sigma ai also
ഡൈവേർജസ്. അതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് അവർ സിഗ്മ ബി ഐ? സിഗ്മ ബി ഐ ഈസ് സിഗ്മ 1/i. സിഗ്മ 1/i എന്താണ്? I running from 1 to infinity. This is 1 plus 1/2 plus ഇങ്ങനെ എഴുതിയാലാണ് നമുക്ക് പെട്ടെന്ന് സീരീസ് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഹാർമോണിക് സീരീസ് ആണ്, ആൻഡ് ദിസ് ഈസ് ഡൈവേർജന്റ്. So sigma bi diverges implies what? The series sigma ai also diverges. So the given series diverges. അപ്പൊ ഇവിടെ നമ്മൾ ഡൈവേർജന്റ് എന്ന് കാണിക്കാൻ രണ്ടാമത്തെ ടെസ്റ്റ് ആണ് യൂസ് ചെയ്തത്. അതായത് ai greater than bi, or നമുക്ക് എന്ത് വേണമായിരുന്നു, ലിമിറ്റ് ai by bi greater than 0. ആ ലിമിറ്റ് നമുക്ക് ഇവിടെ 2 എന്നാണ് കിട്ടിയത്. സോ ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ആൻഡ് സിഗ്മ bi, അത് അറിയണ സീരീസ് 1/i എന്ന് പറയുന്ന സീരീസ് ഡൈവേർജന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നിരിക്കുന്ന സിഗ്മ ai എന്താണ്, ഡൈവേർജന്റ് ആണ്. അപ്പൊ ഇതിലെ പ്രോബ്ലംസ് ഒക്കെ കുറെ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. aiയും bi ഒക്കെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അപ്പോൾ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ളതും എക്സസൈസിലും പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എന്നാലും മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഏത് സീരീസ് എടുത്ത് കമ്പയർ ചെയ്യണം എന്നുള്ള ഒരു കാര്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുക.